ഒത്തിരി ആളുകളും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ദൈവം നീതിമാനും സ്നേഹമുള്ളവനാണെങ്കിൽ ലോകത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായത്? അല്ലേ, നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നു, ലോകത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത അനേക കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമാന്യഗതിയിൽ ഉണ്ടാകുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദൈവം അറിയുന്നില്ലേ? ദൈവം ഇത് കാണുന്നില്ലേ എന്ന്? എന്നാൽ ദൈവം ഇതെല്ലാം അറിയുന്നു, ദൈവം ഇതെല്ലാം കാണുന്നു. ഇതിൻ്റെ കാരണം, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പാപമാണ്. പാപമാണ് കഷ്ടതയുടെ ഉറവിടമെന്ന് പറയുന്നത്, കഷ്ടപ്പാടുകളുടെ ഉറവിടം. ഇന്ന് കാണുന്ന അനർത്ഥങ്ങളുടെ ഉറവിടം മനുഷ്യൻ്റെ പാപമാണ്. എന്താണ് പാപം? ദൈവത്തോടുള്ള അനുസരണക്കേടാണ്. സർവശക്തനായ ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, മനുഷ്യന് ആവശ്യമായതെല്ലാം നൽകിയവൻ, നിങ്ങൾ മനുഷ്യന് ജീവശ്വാസം നൽകിയവൻ. ആ ദൈവം പറഞ്ഞു, ഇന്ന കാര്യം ചെയ്യരുത്, ചെയ്യരുത് എന്ന അവൻ്റെ വാക്കിനെ അനുസരിക്കാതെ മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തമാണ് ഭൂമിയിൽ കഷ്ടത ഉളവായത്. അതുകൊണ്ട് ഈ കഷ്ടതയിൽ നിന്നുള്ള മോചനത്തിനായി, ഈ കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതലിനായി എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിലേക്ക് മടങ്ങി വരിക, ആ ദൈവസ്നേഹം അനുഭവിക്കുക, ദൈവവചനത്തെ വിശ്വസിക്കുക, ദൈവത്തിന് സകല ബഹുമാനവും കൊടുക്കുക, ദൈവത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ല. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് സ്തോത്രം. ലോകത്തിൽ ഒത്തിരി മനുഷ്യരുണ്ട്. മനുഷ്യർ ബുദ്ധിയുള്ളവരാണ്, വളരെ ബുദ്ധിജീവികളായവരുണ്ട്. അവർക്ക് പലർക്കും ദൈവത്തെ ആവശ്യമില്ല. ശാസ്ത്രജ്ഞന്മാരുണ്ട്, അവർക്ക് ദൈവത്തെ ആവശ്യമില്ല. വലിയ വലിയ പോലീസ് ഓഫീസർമാരുണ്ട്, അവർക്കും ദൈവത്തെ ആവശ്യമില്ല. കാരണം എന്താ? പണമുണ്ട്, സ്ഥാനമുണ്ട്, അധികാരമുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അവർക്കും ദൈവത്തെ ആവശ്യമില്ല. കാരണം പണമുണ്ട്, പല എല്ലാം അവർക്കുണ്ട്. പക്ഷേ അവർക്കില്ലാത്ത ഒന്നുണ്ട്, സമാധാനം അവരുടെ ജീവിതത്തിലില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. നാളെയെക്കുറിച്ച് അവർ ഭയപ്പെടുകയാണ്. നാളെ എൻ്റെ അധികാരസ്ഥാനം നഷ്ടപ്പെടുമോ എന്ന്. അപ്പോൾ നാളെ എനിക്ക് രോഗം വന്ന് മരിച്ചു പോകുമെന്ന്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, നിന്റെ എല്ലാ അവസ്ഥകളും അറിയുന്നവനായ കർത്താവ്, ഈ കഷ്ടങ്ങളുടെ നടുവിൽ വിടുവിക്കാൻ കഴിയുന്നവനേക്ക് മടങ്ങി വരിക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ല. ആകയാൽ പാപം വിട്ടൊഴിഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.